എന്തായാലും ഈ വിഷയത്തിൽ ആമ്പല്ലൂർ സ്വദേശിയായ ഭവിൻ അതുപോലെ വെള്ളിക്കുളങ്ങര സ്വദേശി അനീഷ രണ്ടുപേരെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്, കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്താണ് ഇവരുടെ റോള് എന്നതൊക്കെ സംബന്ധിച്ച്, എന്തിനാണ് ഈ കൃത്യം നടത്തിയത് എന്നതൊക്കെ സംബന്ധിച്ച് ഒരു വ്യക്തതയാർന്ന ഒരു കൃത്യതയാർന്ന വിവരം പുറത്തു വരേണ്ടതുണ്ട്. മരിച്ച ഈ രണ്ട് കുട്ടികളുടെയും അസ്ഥി എടുത്തു സൂക്ഷിച്ചു എന്നാണ് ഈ പോലീസ് സ്റ്റേഷനിലെത്തി നൽകിയ വെളിപ്പെടുത്തൽ. അയാൾ അങ്ങനെയാണ് പറഞ്ഞത്. എന്തിനു സൂക്ഷിച്ചു എന്നൊന്നും ഈ ഘട്ടത്തിൽ നമുക്ക് അറിയില്ല. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. തൃശൂർ പുതുക്കാട് വെള്ളിക്കുളങ്ങരയിൽ നവജാത ശിശുക്കളെ കുഴിച്ചുമൂടി എന്നാണ് യുവാവിൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. മരിച്ച രണ്ട് കുട്ടികളുടെയും അസ്ഥി എടുത്തു സൂക്ഷിച്ചു എന്നാണ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ യുവാവിൻ്റെ വെളിപ്പെടുത്തൽ. സംഭവത്തിൽ ആമ്പല്ലൂർ സ്വദേശി ഭവിൻ, വെള്ളിക്കുളങ്ങര സ്വദേശി അനീഷ എന്നിവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്യുകയാണ്. നേരത്തെ ഇതിൻ്റെ പ്രാഥമിക വിവരങ്ങൾ റൂറൽ SP വിശദീകരിച്ചിരുന്നു മാധ്യമങ്ങളോട്. അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. അത് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ അല്പസമയത്തിനകം വിഷ്ണു സുരേഷ് നൽകും. പുതുക്കാട്ട് നിന്ന് വിഷ്ണുവാണ് റൂറൽ SP വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്തത്. വിഷ്ണു, എന്തൊക്കെ വിവരങ്ങൾ പോലീസിന് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്? അങ്ങേയറ്റം അവിശ്വസനീയമാണല്ലോ നമ്മൾ ഈ കേൾക്കുന്ന വിവരങ്ങളാകെ. വിജയകുമാർ, പോലീസിന് ഈ ക്രൈമുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതിൽ രണ്ട് സംഭവങ്ങളാണുള്ളത്. ഒന്ന്, 2021 ഒരു കുഞ്ഞിനെ കുഴിച്ചിട്ടു. അത് പക്ഷേ ഒരു സ്വാഭാവിക മരണം എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ആ കുഞ്ഞിനെ അനീഷ വീട്ടിൽ വെച്ച് പ്രസവിക്കുന്നു. അവിടെ വെച്ച് തന്നെ ആ കുഞ്ഞിനെ ഈ ഭവിന്റെ നിർദ്ദേശപ്രകാരം വീടിന് തൊട്ടടുത്തുള്ള സ്ഥലത്ത് കുഴിച്ചിടുന്നു. 8 മാസത്തിന് ശേഷമാണ് ആ കുഞ്ഞ് അസ്ഥിയായ ശേഷം ആ അസ്ഥി ആ ഭവിന് കൊണ്ടുപോയി കൊടുക്കുന്നത്. ഭവിന്റെ നിർദ്ദേശപ്രകാരമാണ് അസ്ഥി കൊണ്ടുപോയി കൊടുത്തതെന്ന് അനീഷ മൊഴി നൽകിയിട്ടുണ്ട്. ഒപ്പം അനീഷയ്ക്ക് ചില സംശയങ്ങളുണ്ട്. താൻ ഈ കുഴിച്ചിട്ടത് നാട്ടുകാർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊരു സംശയം അനീഷയ്ക്കുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അത് പിന്നീട് തുറന്നു നോക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ നിന്ന് അസ്ഥി മാറ്റി ബബിന് കൊണ്ട് കൊടുത്തത്. ബബിന്റെ ഉദ്ദേശം പക്ഷേ മറ്റൊന്നായിരുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ അനീഷ തന്നെ ചതിക്കുകയാണ് എങ്കിൽ ഈ അസ്ഥി കാണിച്ച് ആ കുടുംബത്തെ ഭീഷണിപ്പെടുത്താം എന്നൊരു ഉദ്ദേശം കൂടി ബബിന് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. രണ്ടാമത്തെ വിഷയത്തിലേക്ക് വന്നാൽ, രണ്ടാമത്തെ കുഞ്ഞിന്റെ മരണം നടക്കുന്നത് 2024 അന്ന് ഈ കുഞ്ഞ് ജനിച്ച ഘട്ടത്തിൽ കുഞ്ഞ് കരഞ്ഞപ്പോൾ അനീഷ കുഞ്ഞിന്റെ വായ മൂടിപ്പിടിച്ചു. അങ്ങനെ ആ കുഞ്ഞിന് മരണം സംഭവിച്ചു എന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരം. അനീഷയുടെ മൊഴിയടക്കമാണ് ആ വിവരത്തിലേക്ക് പോലീസിനെ എത്തിച്ചത്. അതായത് രണ്ടാമത്തെ സംഭവം ഒരു കൊലപാതകമായി പോലീസ് കരുതുന്നു. അതുമായി ബന്ധപ്പെട്ട അത്തരം വകുപ്പുകളാണ് അതിൽ ചുമത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ കുഞ്ഞിൻ്റെത് കൊലപാതകമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ആ കുഞ്ഞിനെ ഈ ബബിന് കൈമാറുകയായിരുന്നു. ബബിനാണ് പിന്നീട് വീടിനടുത്തുള്ള സ്ഥലത്ത് ആ കുഞ്ഞിനെ കുഴിച്ചിട്ടത്. 2020 മുതലാണ് ഇവർ തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത്. ഫേസ്ബുക്ക് വഴിയാണ് ബന്ധം. ഏകദേശം 4-5 വർഷമായി ഇപ്പോഴും ആ ബന്ധം തുടരുന്നുണ്ട്. 2021 ആദ്യ കുഞ്ഞുണ്ടാവുകയും ആ കുഞ്ഞ് തൽക്ഷണം മരിക്കുകയും ഒക്കെ ചെയ്തത്. ഇപ്പോൾ ചാലക്കുടി DYSP വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ ചില കടമ്പകളൊക്കെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പ്രത്യേകിച്ച് 2021 നടന്ന ഒരു മരണമാണ് ആദ്യത്തെ കുഞ്ഞിൻ്റെത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതൊരു പ്രതിസന്ധിയാണ്. മറ്റ് സാക്ഷികളൊന്നുമില്ല. ശാസ്ത്രീയ പരിശോധനാ ഫലം അതോടൊപ്പം ഈ പ്രതികളുടെ മൊഴിയും മാത്രമാണ് പോലീസിന് മുൻപിലുള്ളത്. 2024 ഇതുമായി ബന്ധപ്പെട്ടും പോലീസിന് ഉള്ളത് ഈ മൃതദേഹ അവശിഷ്ടങ്ങളൊന്നുമില്ല, ഈ അസ്ഥികൾ മാത്രമാണ്. പ്രാഥമികമായി ഇത് കുഞ്ഞുങ്ങളുടെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ തന്നെയാണെന്ന് ഫോറൻസിക് സർജനൊക്കെ ഇവിടെ എത്തി സ്ഥിരീകരിച്ച് പ്രാഥമിക വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. ഇനി അതിലൊരു വിശദമായ പരിശോധന ആവശ്യമാണ്. ഏറെക്കുറെ ഈ രണ്ട് ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് പോലീസിന് പരമാവധി വിവരങ്ങൾ പ്രാഥമികമായി തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇനി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളത്. അതൊരു ലോങ് പ്രോസസ്സാണ്. അതിലേക്ക് പോലീസ് കടക്കുകയാണ്. ആദ്യത്തെ കുഞ്ഞിൻ്റേത് ഒരു സ്വാഭാവിക മരണമെന്ന് പോലീസ് ഈ ഘട്ടത്തിൽ കരുതുന്നു. പക്ഷേ അതിൽ വിശദമായ അന്വേഷണം നടത്തും. 2024 നടന്ന ആ മരണം, ആ കുഞ്ഞിന്റെ മരണം അതൊരു കൊലപാതകമാണ്. അനീഷ കുഞ്ഞിന്റെ വായ പൊത്തിപ്പിടിച്ച ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കൊലപാതകം, അങ്ങനെ സംഭവിച്ച കൊലപാതകം എന്നാണ് പോലീസിന് അനീഷ മൊഴി നൽകിയിരിക്കുന്നത്. ഇരുവരെയും ഇരുത്തി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ വിവരങ്ങൾ ലഭിച്ചത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഭവിൻ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ രാത്രി ഭവിൻ വളരെ കൂടുതലായി മദ്യപിച്ചിരുന്നു. മദ്യപിച്ച് അനീഷ
അനീഷയെ ഫോണിൽ വിളിച്ചപ്പോൾ അനീഷ കുറേ നേരം എൻഗേജ്ഡായി ബിസിയായി ഫോണിലിരുന്നു. അപ്പോൾ ഈ അനീഷിന് ഈ ഭവിന് ചില സംശയങ്ങൾ തോന്നി. ഇവർ തന്നെ ചതിച്ചു എന്ന ചില സംശയങ്ങളൊക്കെ തോന്നിയ പശ്ചാത്തലത്തിലാണ് ഈ വിവരം മദ്യലഹരിയിൽ പോലീസിന്റെ വിവരം പോലീസിനെ അറിയിക്കണം എന്ന തോന്നലിൽ ഒരു കവറിൽ ഈ കുഞ്ഞുങ്ങളുടെ അസ്ഥിയുമായി ഈ കാണുന്ന പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. അവിടെ എത്തി ഈ വിവരങ്ങളൊക്കെ പോലീസിനോട് ആദ്യഘട്ടത്തിൽ പറഞ്ഞു, സാർ എനിക്ക് ഇങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു, ആ ബന്ധത്തിൽ ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായി, ആ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ മരിക്കുകയും ഞങ്ങൾ കുഴിച്ചു മൂടുകയും ചെയ്തു, അവരുടെ അസ്ഥിയാണിതെന്ന പോലീസിനോട് പറയുകയായിരുന്നു. പോലീസിന് ആദ്യഘട്ടത്തിൽ ഇതിൽ ചില വളരെ അസ്വാഭാവികത തോന്നി. പ്രത്യേകിച്ച് വെളുപ്പിനൊക്കെ ഒരാൾ വന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇതിൽ എന്താണ് സംഭവം, ഇയാൾ മദ്യപിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇയാൾ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ട് എന്ന് മനസ്സിലായത്. അങ്ങനെയാണ് വെള്ളികുളങ്ങര സ്വദേശിയായ അനീഷയെ കൂടി പുതുക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇവിടെ എത്തി 2 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് ഈ 2 മരണങ്ങളുടെയും ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയത്. കൊലപാതകമടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്, മൃതദേഹത്തോട് അനാദരവടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഈ കേസിന്റെ ഏറെക്കുറെയുള്ള വിവരങ്ങളൊക്കെ പുറത്തുവന്ന് ഇനി വരാനുള്ളത് മറ്റാരുടെയെങ്കിലും സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നാണ്. മൂന്നാമതൊരാളുടെ സഹായം, ഈ അസ്ഥി സൂക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ ആരെങ്കിലും ഇവർ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ബന്ധുക്കൾക്കൊക്കെ ഇവരുടെ ബന്ധം അറിയാമായിരുന്നു, പക്ഷേ ഇത്തരം സംഭവങ്ങളെ കുറിച്ചൊന്നും ബന്ധുക്കൾക്ക് അറിയില്ല. പക്ഷേ ഈ അസ്ഥി ആരെങ്കിലും സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഏതെങ്കിലും പുറത്തുനിന്നുള്ളൊരു സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് കേന്ദ്രീകരിച്ചും അതോടൊപ്പം ശാസ്ത്രീയ തെളിവുകൾ കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണമാണ് ഇനി മുന്നോട്ട് പോകുക. ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം. അല്ല വിഷ്ണു, ഇവർ ഒരു ഘട്ടത്തിലും ഒരു വൈദ്യസഹായം തേടുകയോ ഒരു ഡോക്ടറുടെ സഹായം തേടുകയോ ഒരു ആശുപത്രിയുടെ സഹായം തേടുകയോ അങ്ങനെയൊന്നും ഈ 2 സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടില്ല എന്നാണോ നമ്മൾ കരുതേണ്ടത്? വിജയകുമാർ, അക്കാര്യം നമ്മൾ എസ് പിയോട് ചോദിച്ചിരുന്നു. പക്ഷേ അവർക്ക് ഇതുവരെ, അതായത് ഇവരോട് ചോദ്യം ചെയ്ത ഘട്ടത്തിലൊക്കെ ഇവർ പറഞ്ഞത് വളരെ കൃത്യമായി തന്നെ ഈ കുഞ്ഞ് പുറത്തു വന്ന ശേഷം അവരെ പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ്, പ്രതികളുടെ ദൃശ്യങ്ങളാണ്. ബവിൻ ആണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആളാണ് ബവിൻ. ഇയാളാണ് ഈ കേസിലെ ഒരു പ്രതി. മറ്റ് ഒരാൾ അനീഷയാണ്. അനീഷ അകത്താണുള്ളത്. ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അനീഷ എന്ന് പറയുന്ന യുവതി അസ്ഥി കൊണ്ടുപോയി ഇയാൾക്ക് നൽകിയത്. ഇയാൾക്ക് പല ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ആ ഉദ്ദേശങ്ങളൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. ഇവർക്ക് 2 പേർക്കും ഈ കൊലപാതകത്തെക്കുറിച്ച് അനീഷ ബവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇവർ ഒരു തരത്തിലുള്ള വൈദ്യസഹായവും നേടിയിരുന്നില്ല എന്നാണ് പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടുള്ള വിവരം. മറ്റ് പ്രശ്നം, അതായത് ഈ പൊക്കിൾക്കൊടി അടക്കം അനീഷ തന്നെയാണ് മുറിച്ചത്. മറ്റ് പ്രശ്നങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകേണ്ടതാണ് സാധാരണഗതിയിൽ. പക്ഷേ അങ്ങനെ ഒരു വിവരം ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. അത് ഈ ബന്ധുക്കളെ അടക്കം ചോദ്യം ചെയ്താൽ, ബന്ധുക്കളെ അടക്കം മൊഴിയെടുക്കുന്ന ഘട്ടത്തിലായിരിക്കും അത്തരം വിവരങ്ങൾ പുറത്തേക്ക് വരിക. സാധാരണഗതിയിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും ഈ പ്രസവശേഷം അത് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുകയും പിന്നീട് അവർ വൈദ്യപരിശോധനയൊക്കെ തേടുകയൊക്കെ ചെയ്യാറുള്ളതാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സാധ്യത ഇതുവരെ ഉടലെടുത്തിട്ടില്ല. ഇതുവരെ അവരുടെ മൊഴിയിൽ നിന്ന്, അവർ ആശുപത്രിയിൽ നിന്നും പോയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് ബന്ധുക്കളെ അടക്കം മൊഴി രേഖപ്പെടുത്തിയാൽ മാത്രമേ അക്കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. 10 മാസം ഇവരിങ്ങനെ ഈ പ്രസവം മറ്റുള്ള ഈ ഗർഭിണിയാണ് എന്നുള്ള വിവരം മറ്റാളുകളിൽ നിന്ന് മറച്ചു വെച്ചു. പക്ഷേ അതിൽ വലിയ അത്ഭുതം നമ്മൾ കാണേണ്ടതില്ല. മുൻപ് പനമ്പള്ളി നഗറും ആലപ്പുഴയിലും ഒക്കെ സമാനമായ രീതിയിൽ ഇത്തരം സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 10 മാസം ഈ ഗർഭം ഇങ്ങനെ മറച്ചു വെക്കുകയും പിന്നീട് നവജാത ശിശുവിന്റെ മൃതദേഹം അടക്കം ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ മുൻപും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഗർഭം മറച്ചു വെച്ചു എന്നുള്ളത് അങ്ങനെ ഒരു അത്ഭുതപ്പെടേണ്ട ഒരു സംഭവമല്ല. പക്ഷേ മറിച്ച് ഈ ഗർഭത്തിന് ശേഷം ഈ പ്രസവത്തിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള വൈദ്യസഹായം ഇവർ സ്വാഭാവികമായും തേടേണ്ടതാണ്. അതുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അടക്കം വിശദമായി ഇനി പരിശോധിക്കും. വിജയകുമാർ.